ത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്റെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. ഞാൻ പലപ്പോഴും രാത്രി സമയത്ത് എഴുന്നേറ്റിരുന്ന് എന്റെ മരണത്തിന്റെ സന്ദർഭം ഓർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് മക്കളെ. അതൊക്കെ നല്ല വാക്കാ, ആ ഒരു വിനയൊക്കെ നല്ലതാ. പക്ഷെ സമൂഹത്തിൽ ഉണ്ടാവണം. പണമൊന്നും ആഗ്രഹിക്കണില്ല എന്ന് പറഞ്ഞിട്ട് പണം ഇങ്ങനെ വാങ്ങുക, സ്വലാത്ത് ചൊല്ലിയിട്ട്. പണം വാങ്ങണേ നമ്മളൊന്നും എതിരല്ല, എല്ലാവർക്കും പണം വേണം. പക്ഷെ ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുന്നത്താക്കിയ ഒരാചാരം, ആ ആചാരത്തിന്റെ പേരിൽ പണം തട്ടുന്നുണ്ടെങ്കിൽ നേരത്തെ ഉമർ ദർസി തച്ചെണ്ണ പറഞ്ഞത് തുല്യമാണത്. അത് ആത്മീയതയുടെ പേരിലുള്ള ചൂഷണമാണ്. ആ ചൂഷണമാണ് പലയിടത്തും കാണുന്നത്. സ്വലാത്ത് പറമ്പുകളിൽ മുഴുവൻ കാണുന്നത് സ്വലാത്തിന്റെ പേരിൽ ആളുകളെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുകയാണ്. ആ രംഗവും കൂടി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും സഹോദരന്മാരെ. വലിയ സംഖ്യയൊക്കെ പോകട്ടെ. മുത്തണമെന്ന് ആഗ്രഹിക്കാഞ്ഞാൽ മതി, മുത്തണിയുടെ ഒരു കുഴപ്പമില്ല. അത് ആഗ്രഹമില്ല ഞാൻ മതി. സ്വലാത്ത് ഇങ്ങനെ ചൊല്ല, പൈസ ഇങ്ങനെ വാങ്ങാം. ഇതിനെവിടുന്നാ തെളിവ്? ഇതിനെവിടുന്നാ രേഖ? ഇങ്ങനെ ഒരു സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു രീതി അഹ്ലുസുന്ന വൽ ജമാഅത്തിലെ പണ്ഡിതന്മാർ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? 4 ഖുലഫാഉ റാഷിദ് ചരിത്രത്തിൽ, 4 ഇമാമുമാരുടെ ചരിത്രത്തിൽ ആരെങ്കിലും ജീവിതത്തിൽ കാണാൻ കഴിയോ? ഇല്ല. സ്ത്രീകളെ ചൂഷണം ചെയ്യുക, സാധാരണക്കാരെ ചൂഷണം ചെയ്യുക, ഇല്ലാത്ത സ്വലാത്തിന്റെ പേരിൽ ഇല്ലാത്ത ആചാരങ്ങളും അനാചാരങ്ങളും സൃഷ്ടിച്ച് സമൂഹത്തിൽ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് ക്ഷണിക്കാതെ അതിന്റെ പേരിൽ അനാചാരങ്ങൾ ഉണ്ടാക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ആചാരങ്ങളും അനാചാരങ്ങളും എന്ന വിഷയം വെച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഇസ്ലാമിലെ ആചാരങ്ങൾ തിരിച്ചറിയണം എന്നതുകൊണ്ടാണ്. ആ ഇസ്ലാമിലെ ആചാരങ്ങളാണ്